നമ്മുടെ റസൂൽ പൂക്കുട്ടിയൊക്കെ പറഞ്ഞിട്ടില്ല, അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. അതിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ കാണണം. അതുപോലെ പടം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ സൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ തന്നെ കാണേണ്ട ഒരു പടം കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പെർഫോമൻസ്. ബസ് അല്ലു അർജുൻ തകർത്തു അടിപൊളി. എന്നാലും അല്ലു അർജുൻ തകർത്തു എന്ന് തന്നെയാണ് ഈ ആദ്യ ഷോ കഴിഞ്ഞ ശേഷം ഫാൻസ് പറയുന്നത്. നമുക്ക് കൂടുതൽ ചോദിക്കാം. ചേട്ടാ, നല്ല പടമായിരുന്നു. അല്ലു അർജുൻ ഫാൻസിനെ നിരാശപ്പെടുത്തിയില്ല. അല്ലു അർജുൻ ഫാൻസിനെ നിരാശപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ആക്ച്വലി നമ്മളിപ്പം സാധാരണ കാണുന്ന മാസ് എലമെന്റ്സിന് അപ്പുറം ഒരു ഫാമിലി ഇമോഷണൽ ലെവലിലേക്കൊക്കെ പടം കൊണ്ടുപോയിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ ഇത് കാണുന്നവർക്ക്. കാരണം ഫുള്ളൊരു അല്ലു അർജുൻ ഷോ ഉണ്ട്, പിന്നെ ഒരു ദേവി പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു ഡാൻസും ഒരു ഫൈറ്റ് സീക്വൻസും ഒക്കെ ഉണ്ട്. അതെനിക്ക് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. ഫഹദ് ഫാസിൽ തകർത്താടിയിട്ടുണ്ട്. കാരണം ഇവിടെ തീർന്നിട്ടില്ല, പടം വീണ്ടും തുടരുകയാണ്. അടുത്ത പാർട്ടും കൂടി ഉണ്ട്. അപ്പം ബാക്കിയുള്ള സംഭവങ്ങളിൽ സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അഴിഞ്ഞാട്ടമൊക്കെ വീണ്ടും പ്രതീക്ഷിക്കാം ഫഹയുടെ ഒക്കെ. ഭവ്യ, എന്തായാലും പ്രേക്ഷകരെ ഒന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് കണ്ടവർക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാം. ഓരോ സിനിമ ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. അല്ലു അർജുൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ നോക്ക്, പറയട്ടെ. ഇവിടെ പലർക്കും പറയാനുള്ള നാണക്കേടുണ്ട്. സിനിമ ഉണ്ടോ? ഫസ്റ്റ് പാട്ടിന് അത്ര പോരാ. പക്ഷെ ട്രെയിലറൊക്കെ കാണുമ്പോൾ വലിയ മാസമായിരുന്നു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷ തോന്നിട്ടില്ല. ഫഹദ് ഫാസിൽ പെർഫോമൻസ് വൈസ് അല്ലു അർജുനും ഫഹദ് ഫാസിലും അടിപൊളിയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കായി. തേർഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണോ? കേട്ടില്ല. തേർഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണോ? തേർഡ് പാർട്ടിന് ഒരു ട്രെയിലൻഡ് കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷിക്കാൻ ഉള്ളതുണ്ട്. അങ്ങനെ ഭവ്യ, സ്ക്രിപ്റ്റ് വൈസ് അല്പം വീക്കായി. ഫസ്റ്റിന്റെ അത്ര പോരാ എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. എന്നാലും അല്ലു അർജുന്റെ ശരി നവമി തുടരുക. ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ ഹരികൃഷ്ണൻ ഉണ്ട്. നവമി പ്രതികരണങ്ങൾ തേടിക്കോളൂ. ഹരികൃഷ്ണനിലേക്ക് പോകാം. അല്ലു അർജുൻ സാറിന്റെ ഒരു മാസ് സിനിമ തന്നെയാണ് പറയുന്നത്. മാസാണ്. ഫാഫയ്ക്ക് നല്ല മാസമായിട്ടുള്ള ഒരു റോൾ കിട്ടിയിട്ടുണ്ട്. ഇമോഷണലി നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. 3 ഭാഗമുണ്ട്. പിന്നെ വലിയ ഇതില്ല. മാസ് കുറവെന്നല്ല, പോരാ, ഒട്ടും പോരാ. ക്ലൈമാക്സ് ഒന്നും പോരാ, ഓവറായിട്ട് തോന്നി. ഒട്ടും മലയാളം കണ്ടതിന്റെ അല്ല, ഓവറായിട്ട് തോന്നി. സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് എത്തുന്നത്. എങ്ങനെയുണ്ട്